ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ RP ഗെയിമിംഗ് 7. സോ ഗൈസ് നമ്മൾ കിടക്കാൻ പോലത്തെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഗൈസ് നമുക്കിന്ന് രണ്ടാൾക്കാരെ കൂട്ടാൻ പോകണം. വേറെ ആരില്ല ഗൈസ്, നമ്മൾ ഷിൻചാനും ബിൻചാനുമാണ് ഗൈസ് നമ്മൾ കൂട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ അവർ നമ്മുടെ അപ്പുറത്തെ സിറ്റിയിലാണ് കേട്ടോ ഗൈസ്. നമ്മുടെ ഇവിടുത്തെ സിറ്റിയിലേക്ക് നമ്മുടെ പ്ലെയിൻ ഇല്ല. ആക്ച്വലി അപ്പുറത്തെ സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഈ സിറ്റിയുടെ ഭാഗം തന്നെയാണ്. പക്ഷേ ഇവിടേക്ക് ആ പ്ലെയിൻ എത്തില്ല ഗൈസ്. ഈ സ്ഥലത്തേക്ക്, അതായത് ഇവിടേക്ക് നമ്മുടെ ജപ്പാനിലത്തെ പ്ലെയിൻ എത്തില്ല. അവർ അപ്പുറത്തെ സിറ്റിയിലാണ് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അവരെ പിക്ക് ചെയ്യാൻ പോകും. പിന്നെ ഗൈസ് ഞാൻ പുതിയൊരു വണ്ടി എടുത്തിട്ടുണ്ട്, നമ്മുടെ BMW ഗൈസ്. BMW ആണ് കേട്ടത്. അടിപൊളി വണ്ടിയല്ല, എങ്ങനെയുണ്ട്? M3 നല്ല രസമല്ലേ ഗൈസ് വണ്ടി. ഓക്കെ, ഞാൻ ഒരു ലൈൻ കളർ വണ്ടിയാണ് എടുത്തത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ അവരെ കൊണ്ടുവരാൻ പോവാം കേട്ടോ. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. നമ്മൾ റോഡ് ടു 300 സബ്സ്ക്രൈബേഴ്സാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ 247 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഗൈസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി ഒരു 50 എത്രയൊക്കെ മതി ഗൈസ്, 50 to 53 മതി ഗൈസ്. നമുക്കിനി നിങ്ങൾ ഒന്ന് ആഞ്ഞു പിടിച്ച ഗൈസ് എത്താവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്കെന്തായാലും അങ്ങോട്ട് പോവാം, അപ്പുറത്തെ സിറ്റിയിലോട്ട്. ഇവിടുന്ന് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ. നമുക്ക് ട്രെയിനിൽ പോകാൻ പറ്റും. പക്ഷേ ട്രെയിൻ ഇപ്പോൾ ഇവിടെ നമ്മുടെ സിറ്റിയിൽ ഇപ്പോൾ ട്രെയിൻ അങ്ങനെ ഇല്ല. അതായത് ആൾക്കാരെ കൊണ്ടുപോകുന്ന ട്രെയിൻ ഇപ്പോൾ അതില്ല. കൂടുതൽ നമ്മുടെ ഗുഡ്സിൻ്റെ ട്രെയിനാണ് കേട്ടോ. കാരണം ഇവിടെ ഇപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് ട്രെയിനിൽ പോകേണ്ട ദൂരമൊന്നും, ട്രെയിനിൽ പോകേണ്ട സ്ഥലങ്ങളൊന്നും ഇവിടെ ഇല്ല. പോകണമെങ്കിൽ ഒരു ഫ്ലൈറ്റിൽ വേറെ രാജ്യത്തേക്കൊക്കെ ഉണ്ട് ഗൈസ് പോവുക. അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെയാണ്. ഇവിടെയാണ് നമ്മുടെ ട്രെയിൻ ഉള്ളത്. നമുക്കിനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മുടെ അപ്പുറത്തെ സിറ്റിയിലോട്ട് പോകണത് കേട്ടോ. ഇവിടെ നിന്ന് വേഗം പോകാം നമുക്ക് ആ സിറ്റിയിലോട്ട്. പിന്നെ ഈ വണ്ടി നല്ല രസമുണ്ട് കേട്ടോ ഗൈസ് ഓടിക്കാൻ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് കണ്ടോ ഇതിൻ്റെ ഇൻറ്റീരിയറൊക്കെ. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററൊക്കെ ഡിജിറ്റലാണ് കേട്ടോ. ഉണ്ടോ, അടിപൊളി വണ്ടി കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, എന്തായാലും നമുക്ക് അപ്പുറത്തെ സിറ്റിയിൽ നമ്മുടെ ഈ സിറ്റിയിലേക്ക് എത്തിയേക്കാണ് കേട്ടോ. ഇത് നമ്മുടേതിനേക്കാളും കുറച്ചും കൂടി അഡ്വാൻസ്ഡ് സിറ്റിയാണ് കേട്ടോ. കാരണം ഇവിടെ ഫുള്ള് ബിൽഡിങ്സ് ആണ് കൂടുതലുള്ളത്. അപ്പോൾ ഈ സിറ്റിയിലല്ല നമ്മൾ എത്തേണ്ടത്, ഇതിൻ്റെ അപ്പുറത്ത് വേറൊരു സിറ്റിയും കൂടി ഉണ്ട് കേട്ടോ. അവിടേക്കാണ് ഗൈസ് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇതിന് നടുക്ക്, അതായത് രണ്ടിൻ്റെ നടുക്കുള്ളൊരു സിറ്റിയാണ്. ഇതിൻ്റെ അപ്പുറത്തൊരു സിറ്റി ഉണ്ട് കേട്ടോ. അത് ഭയങ്കര അഡ്വാൻസ്ഡ് സിറ്റിയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ആ സിറ്റിയിലോട്ട് പോവാം. അവിടെ ആക്ച്വലി എല്ലാവരും വിളിക്കുന്നത് V1 സിറ്റി എന്നാണ് കേട്ടോ ഗൈസ്. നമുക്ക് അപ്പുറത്ത് കൂടെ പോവായിരുന്നു. നമ്മുടെ സിറ്റിയിൽ നിന്ന് വേറൊരു വഴി ഉണ്ടായിരുന്നു കേട്ടോ. ഈ സിറ്റി ടച്ച് ചെയ്യാണ്ട് പോവാം. പക്ഷേ അവിടെ റോഡ് പണിയും കൊണ്ട് നടക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് അതുവഴി നമുക്ക് മര്യാദയ്ക്ക് പോകാൻ പറ്റില്ല. സോ നമുക്ക് എന്തായാലും വേഗം അപ്പുറത്തെ സിറ്റിയിലോട്ട് പോകട്ടെ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഈ വഴി അങ്ങോട്ടാണ് ഗൈസ്. ഈ വഴി തിരിച്ച് നമ്മുടെ സിറ്റിയിലോട്ട് എത്തും. പിന്നെ ഇത് വഴി പോവുകയാണെങ്കിൽ V1 സിറ്റിയിലോട്ട് എത്തും. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ V1 സിറ്റിയിലോട്ട് പോകാം. ഇനി നമ്മുടെ ഇപ്പുറത്തെ V1 സിറ്റിയിലോട്ട് എത്തിയേക്കാണ് കേട്ടോ. ഇതാണ് നമ്മുടെ V1 സിറ്റി. ഇത് അത്യാവശ്യം ഭയങ്കര ടെക്നോളജിക്കപരമായിട്ട് ഭയങ്കര ഹൈയിലുള്ള സിറ്റിയാണ് കേട്ടോ. ആക്ച്വലി ഗൈസ് ഞാൻ ഈ സിറ്റിയിലോട്ട് മാറിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ നമ്മുടെ ആ സിറ്റിയിലുള്ള പോലെ തന്നെ ഒരു വീടും കൂടി ഗൈസ് ഇവിടെ പണിയുന്നുണ്ട് കേട്ടോ. ഇതിലൂടെ പണി നടക്കുന്നുണ്ട്. പുറത്തൊക്കെ ഏകദേശം പണി ഇതായിട്ടുണ്ടെങ്കിൽ അതും കൂടി റെഡിയാക്കാണ്ട്. ഇതാണ് ഗൈസ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഇവർ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒന്നുമില്ല പറഞ്ഞേ. ഇവർ ഇപ്പോൾ സമയം നോക്കണമെങ്കിൽ 1 മണി ആയിട്ടുണ്ട് കേട്ടോ. ഇവർ പറഞ്ഞത് 2 മണിക്ക് എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സിറ്റി ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം കേട്ടോ. നമ്മുടെ വീട് ഈ ഇവിടെ നിന്ന് അപ്പുറത്തെങ്ങാണ്ടായിട്ടാണ്. ഓക്കെ, ഇവിടെ വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ സിറ്റിയിൽ ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്, ഇടയ്ക്ക് വല്ലപ്പോഴും ഉണ്ടാക്കി വരാറുള്ളൂ. പിന്നെ ഈ സിറ്റിയിൽ വേറെ ഇതൊന്നുമില്ല, നിറച്ച് ബിൽഡിങ്സ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുത്തെ മറ്റേ മെട്രോ സ്റ്റേഷനാണ്, മറ്റേ സാധാരണ ട്രെയിനല്ലത് മെട്രോ ട്രെയിനാണ് കേട്ടോ. ഇവിടെ നിറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇത് എനിക്കൊന്ന് സ്റ്റേഡിയം തോന്നുന്നുണ്ട്. ഇതാ ഒരു അക്വേറിയം അല്ലേ? ഇത് അക്വേറിയം കണ്ടല്ലേ? വേറെ ഉണ്ട്. ഇതാന്ന് തോന്നുന്നു നമ്മുടെ അക്വേറിയം. അതെ, ഇതുണ്ട് ഇവിടെ. ഇത് അക്വേറിയം ഉണ്ട്. ഇവിടെ നമ്മുടെ ഡോൾഫിൻസിനൊക്കെ ഇടയ്ക്ക് അവർ ചാടിക്കും. ഇടയ്ക്കുണ്ട് കേസ് ഉണ്ടാവാറുള്ളൂ. ഇവർ ആ സമയമാകുമ്പോൾ ഇവിടെ വന്ന് കൊണ്ടുവിടും കേട്ടോ. ഇപ്പം ഉണ്ടോയെന്ന് അറിയില്ല ഇതിനകത്ത് ഡോൾഫിൻ. നമുക്ക് എന്തായാലും അയ്യോ അമ്മേ, അയ്യോ എൻ്റെ കിളി പോയി.
പ്രത്യേകിച്ചൊന്നും പറ്റിയില്ല, 1 ലിറ്റർ ചോര താഴെ പോയുള്ളൂ. ഓക്കെ, നമുക്ക് എന്തായാലും കയറാം. ഇങ്ങനെ നമുക്ക് സൈഡ് കയറാം കേട്ടോ. അയ്യോ ദേ വീണ്ടും ചാടി ചാടി ചാടി. ആ ഇതാണ് കേട്ടോ ആക്ച്വലി നമ്മുടെ ഇവിടെ ഇരുന്നിട്ടാണ് കാണുക. ഇതിൻ്റെ ഉള്ളിൽ ഡോൾഫിൻ ഉണ്ടാവാറുണ്ട്, അപ്പോൾ കാണാനില്ല. എന്നിട്ട് ഈ റിങ്ങിക്കൂടെയൊക്കെ ചാടിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതെന്തൊട്ട് തേങ്ങിയത്. നമുക്ക് എന്തായാലും വേറെ എവിടേക്കെങ്കിലും പോവാം, ഇവിടെ വല്ലാണ്ട് നിൽക്കണ്ട. ഓക്കേ, നമുക്ക് നമ്മുടെ വണ്ടി എടുക്കാം. വണ്ടിയുടെ ലുക്കൊക്കെ ആണ് ലൈം കളറ് വണ്ടി. പിന്നെ നമ്മുടെ വീട് കാണിച്ചു തരാം കേട്ടോ. ആ സിറ്റിയുള്ള പോലെ തന്നെയാണ് നമ്മുടെ വീടും കൂടി പണിയുന്നത്. നമ്മളപ്പോൾ വീടിൻ്റെ മിറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതേ കാണുക കേസ് കണ്ട, നമ്മുടെ വീടിൻ്റെ മിറ്റും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി കുറേ കിടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ഉള്ളിൽ കയറണ്ട. ഇവിടെ ടൈല് ഇട്ടിട്ടുള്ളൂ തോന്നുന്നുണ്ട്, കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ടൈലിട്ടുണ്ടായിരുന്നില്ല. ഇത് പോലീസ് സ്റ്റേഷനാണ് കേട്ടോ ഇവിടുത്തെ. ഈ സമയത്ത് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ വീട്. പിന്നെ ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്, ഇപ്പോൾ അടച്ചിട്ടേക്കാന്ന് തോന്നുന്നുണ്ട്. ഇതൊരു പാലാണ് കേട്ടോ ആക്ച്വലി, നമ്മുടെ ഫ്ലൈ ഓവർ. നമുക്ക് എന്തായാലും 2 മണിയായിട്ട് കാണാൻ കഴിച്ചു. ഇവിടെ പിന്നെ നമ്മുടെ ഐഫിൾ ടവറൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ 2 മണിയായിട്ട് കാണാം. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ട് കേട്ടോ. ഇവന്മാർ അവിടെ പോയി. ഇവന്മാർ 2 മണിക്ക് അവിടെ എത്തും എന്നാണ് പറഞ്ഞത്. ഓക്കെ, ഞാൻ ആദ്യം ഫ്ലൈറ്റിലാണ് കേട്ടോ വരികയെന്ന്. പിന്നെയാണ് കേസ് പറഞ്ഞത് ഒരു മെട്രോയിലാണ് വരണേന്ന്. എയർപോർട്ട് വേറെ സ്ഥലത്തായിരുന്നു കേസ് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അവിടെ വന്ന് ഇറങ്ങിയിട്ട് മെട്രോയിലാണ് കേട്ടോ കേസ് ഇവിടേക്ക് വരിക. ഇവന്മാർ അവിടെ പോയി. ഞാനാ ഫ്രാങ്ക്ലിൻ, മറ്റേ മൈക്കിൾ വിളിച്ച് പറഞ്ഞില്ലേ, ഞാനാ. ഞാനിവിടുത്തെ കടയിൽ നിന്നാലും മേടിച്ചു തരാം, നീ വന്ന് കയറി. നമ്മൾ ഷിൻചാൻ്റെയും മിൻചാൻ്റെയും ബാഗ് നമ്മുടെ ഇതിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, ഡിക്കിയിൽ. നമുക്ക് എന്തായാലും നമ്മുടെ കാറിലേക്ക് ഒന്ന് കയറാം. നമുക്ക് കാറിൽ കയറട്ടെ. അവന്മാർ ബാക്കിൽ കയറിയുണ്ട്. പിന്നെ ഷിൻചാനും പിന്നെ എന്തൊക്കെയുണ്ട്. നിങ്ങളിപ്പോൾ എവിടുന്നാ വരുന്നേ? നിങ്ങൾ സാൻ ആൻഡ്രീസിലാണല്ലോ ഇറങ്ങിയത്, വെറുതെ അല്ല മെട്രോയിൽ വന്നത് അല്ലേ? ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ വീട്ടിലേക്ക്. കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 2 മണിക്കൂറുണ്ട് ഇവിടുന്ന് വീട്ടിലേക്ക്. ഇതെൻ്റെ കാർ, ഞാൻ പുതിയതായിട്ട് മേടിച്ചതാ. മൈക്കിള് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വരുമ്പോൾ നല്ല അടിപൊളി സെറ്റപ്പിൽ പോകണം എന്ന്. ചെറിയ കുട്ടിയില്ല, നിനക്കെങ്ങനെ ഓടിക്കാൻ പറ്റിയത്? ഞാൻ എന്തായാലും ഇവിടെ തരില്ല. ഞാൻ നമ്മുടെ സിറ്റിയിൽ നിന്നിട്ട് തരാം. അവിടെ ഒരു ഏരിയ ഉണ്ട് ബീച്ച് സൈഡിൽ. അവിടെ ആകുമ്പോൾ പിന്നെ പോലീസൊന്നുമില്ല. ഇവിടെ ഭയങ്കര പോലീസാണ്. അവിടെ ബീച്ച് സൈഡിൽ എത്തുമ്പോൾ ഞാൻ തരാം. ഓക്കെ, ഞാൻ എന്തായാലും ഗൈസ് നമുക്ക് ഇവരെ കൊണ്ട് വേഗം നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഗൈസ് ഞങ്ങൾ ഫൈനലി നമ്മുടെ സിറ്റിയിൽ എത്തിയേക്കാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ വീട്ടിലേക്ക് പോവാം. ഗൈസ് വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. നമ്മളിപ്പോൾ ഷിൻചാനും മിൻചാനും നമ്മുടെ സിറ്റിയിൽ വന്നോണ്ടേ നമ്മളെ നൈസായിട്ട് വീട് അങ്ങോട്ട് മാറിയിട്ട. ഇപ്പൊ കണ്ട വീടില്ലേ, ആ വീട് ഇന്ന് നമ്മൾ അവിടെ താമസിക്കാൻ വേണ്ടി പോണ്. ഈ വീട് ഇവിടെ തന്നെ ഉണ്ടാവും, അത് അവിടെ തന്നെ കിടന്നോട്ടെ. അത് വേണമെങ്കിൽ നമ്മുടെ സുമേഷ് ചേട്ടൻ അങ്ങനെ കൊടുത്തോട്ടെ. അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലായിക്കോളും. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാ? അത് തന്നെ, നിങ്ങൾ സബ്സ്ക്രൈബർ ആണോ എൻ്റെ? അങ്ങനെയാണ്. എന്നാലേ നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരോട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറയേ. നിങ്ങൾ ഇറങ്ങി പോണ. ഇതാണ് കേട്ടോ നമ്മുടെ വീട്. ഡബ്ല്യൂ ഉണ്ട്. നിങ്ങൾ വാ, ഇതാണ് കേട്ടോ നിങ്ങളുടെ ബെഡ്റൂം. ഇവിടെ 2 പേരും കൂടി കിടന്നു. ഇവിടെ TV ഉണ്ട്. പിന്നെ ബാഗ് പിന്നെ അതിൻ്റെ അകത്ത് വെച്ചോട്ടാ. നമുക്ക് എന്തായാലും 3 പേർക്ക് വേണ്ടിയിട്ട് അങ്ങനെ കിടക്കാം. കാരണം ഇന്ന് മാത്രം അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നാളെ പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടിലേക്ക് പോവാണല്ലോ.
ആടെ ഓടിക്കാൻ തരാമല്ലോ, പക്ഷേ ഞാൻ എന്തായാലും നിന്നെ ആ ബീച്ച് സൈഡ് വരെ കൊണ്ടുവിടാം. എന്നിട്ട് നീ അവിടെ നിന്ന് ഓടിച്ചാൽ മതി. കാരണം ഇവിടെ ഓപ്പോസിറ്റിൻ്റെ പോലീസ് സ്റ്റേഷൻ എനിക്ക് കാണാണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ തന്നെ നീ ഓടിച്ച ആകെ പണിയാവും. അപ്പോൾ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്നു. ഇഷ്ടപ്പെടണമെങ്കിൽ ഗൈസ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ ഗൈസ് നമ്മളെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് അടിക്കാൻ മറക്കരുത് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതേപോലത്തെ കിടക്കുമ്പോൾ വീഡിയോസ് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്.